കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിൽ ചക്കരയും പീരയുമാണ്. ഈ സ്വർണ്ണക്കൊള്ളയിലെ ശബരിമലയിലെ അതിൽ CPM-കാര് മാത്രമാണോ? അല്ല, ഒരിക്കലും ആയിരിക്കില്ല. പോറ്റി എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത്? എന്തിനാണ് കാണാൻ പോയത്? സോണിയുടെ കയ്യിൽ പിടിക്കാൻ കങ്കണം കെട്ടാൻ രാജീവിന് അധികാരം ഉണ്ടായിരുന്നു. പിന്നെ അധികാരം ഉപയോഗിച്ച ആള് പോറ്റിയാണ്. നമസ്കാരം. ഇന്ന് നമ്മുടെ റെസ്പോൺസ് കേരളയിലുള്ളത് മുൻ PSC ചെയർമാനും കേരള സ്റ്റേറ്റ് BJP പ്രസിഡന്റുമായ KS രാധാകൃഷ്ണൻ സാറാണ്. സാർ റെസ്പോൺസ് കേരളയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പൊ ഈ പിണറായി വിജയനിലേക്ക് തന്നെ ഞാൻ വരുവാണ്. ഇപ്പോ പല രീതിയിലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ PSCയുടെ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ ഈ മകളുടെ തന്നെ എക്സാലോജിക്കിന്റെ കേസിലാകപ്പാടെ ED അന്വേഷണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പിണറായി വിജയന്റെ കാലത്ത് തന്നെയാണ് നമ്മുടെ സ്വർണ്ണക്കൊള്ളയും എല്ലാം വന്നിരിക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ അത് പുതിയ വെളിപ്പെടുത്തലൊക്കെ വന്നേക്കുന്നത്. ഇതിന് സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അല്ല, ഇത് ഒരു കാര്യം, ഇതിനകത്തൊരു കാര്യമുള്ളത്, ഒരു പണിയും ചെയ്യാതെ ഒരാള് ഒന്നര കോടി എത്ര കോടിയാണ്, 1,78,00,000 രൂപ ഒരു പണിയും ചെയ്യാതെ ഒരു മുതലാളി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ആരും വിശ്വസിക്കില്ല. കാരണം ലോകത്ത് മാർച്ച് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു മുതലാളിയും ഒരു കാര്യം വെറുതെ ചെയ്യില്ല. കാരണം 10 പൗണ്ട് നിങ്ങളുടെ മാംസം എടുത്തിട്ടേ അവൻ 1 രൂപ നിങ്ങൾക്ക് തരുള്ളൂ. ഇതാണ് മുതലാളിയുടെ സൈക്കോളജി. മാർക്സ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റാണെങ്കിലും ഇത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വെറുതെ എന്തിനാണ് ഒരു കർത്താവ് വെറും ഒരു വിജയന്റെ മകൾക്ക് നീ വെറുതെ ഇരിക്കല്ലേ, നിനക്കൊരു 10 ലക്ഷം രൂപ വെച്ച് ആ മാസം തരാന്ന് പറഞ്ഞാൽ എന്ത് ന്യായമുണ്ട് അതിനകത്ത്? ഒരു ന്യായവും ഇല്ല. ചില്ലറ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നുള്ളത്. ഇയാള് ഇത്ര രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 100 ഇരട്ടി ആളിനെ വസൂലാക്കി കാണും. ഏത് മുതലാളിയും അങ്ങനെയാണ്. നിങ്ങൾക്ക് 10 രൂപ തരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കമ്പനിയും നിങ്ങൾക്ക് 10 രൂപ തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി കൊണ്ട് 15 രൂപയുടെ ഉണ്ടാക്കുക എങ്കിലേ അയാൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്നിട്ട് EDയുടെ അതിൽ ചോദ്യം ചെയ്തപ്പോ വീണ വിജയൻ പറഞ്ഞേക്കുന്നത് എനിക്കിതിൽ പങ്കില്ല എന്നാണ് പറയുന്നത്. അല്ല, അത് ആ പങ്ക് എവിടെയാണെന്നുള്ളത് അല്ല, അങ്ങനെയല്ല. അതിനകത്ത് വളരെ ഉറപ്പാണ്. വീണ വിജയന് ഒരു പങ്കുമില്ലാന്ന് നോക്കി. അപ്പൊ ഇയാൾ എന്തിനു കൊടുത്തു? കറുത്ത കൊടുത്തു. അത് രണ്ടാമത്തെ ചോദ്യം. കറുത്ത കൊടുത്തേക്കുന്ന ഒരു മറുപടി ഉണ്ട് ഇവരുടെ കറുത്തയുടെ ഉദ്യോഗസ്ഥര്. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും കാശ് കൊടുത്താലേ എനിക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നടത്താൻ കൺഡ്യൂസീവായ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു. ആരുടെ അത് ഉണ്ടാകേണ്ടത്? മുഖ്യമന്ത്രിയുടെ. അപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു ജോലിയും ചെയ്യാതെ കാശ് കൊടുത്തുകൊണ്ടിരുന്ന മകൾക്ക് ഒരാവശ്യവുമില്ലാതെ അവർ ഒരു ജോലിയും ചെയ്യാതെ കാശ് കൊടുത്തു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കൈക്കൂലിയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. തീർച്ചയായിട്ടും അതിൽ ഒരു സംശയവും വേണ്ട. ഡയറക്റ്റ് വാങ്ങിക്കുന്നവരും വളഞ്ഞു തിരിഞ്ഞു. അല്ല, ഡയറക്റ്റ് അല്ലേ, മകൾക്ക് കിട്ടിയില്ലേ? മകൾക്ക് കിട്ടി. പിന്നെന്താ പ്രശ്നം? പക്ഷെ ഇപ്പൊ മകൾ പറയുന്നത് എനിക്കറിയത്തില്ല, എന്താണെന്ന് അറിയില്ല. അയ്യോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങ് അത്ര നിഷ്കളങ്കയാണ് വീണ വിജയനെന്ന് വീണ വിജയനും വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ആരും വിശ്വസിക്കാനായിട്ടാണ്? അതെ. ഇപ്പൊ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത്, അതായത് ബിന്ദു അമ്മിണിയും കനകദുർഗയും 2 പേരെ കയറ്റി. അതിന്റെ മറവിലാണോ ആ ഒരു സമയത്ത് തന്നെ ഈ സ്വർണ്ണക്കൊള്ള നടന്നേക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ പരസ്പര പൂരകങ്ങളാന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷെ അതിനകത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാരണം വേറൊരു രാജ്യവുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസിനെ ബാധിക്കുന്ന പ്രശ്നവും കൂടി അതിനകത്തുണ്ട്. ആ രാജ്യം അവരുടെ ഡിപ്ലോമാറ്റിക് സ്റ്റാഫിനെ മുഴുവൻ അവിടെ നിന്ന് മാറ്റി. ഈ ഡിപ്ലോമാറ്റിക് സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നടന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ആരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും വന്നിട്ടില്ല. ആകെ മൊത്തം കാര്യത്തിൽ അതിനകത്ത് വിശ്വാസ്യത ഉള്ളത് എനിക്ക് ആകെ കേൾക്കുമ്പോൾ എനിക്കൊന്ന് സ്വപ്ന സുരേഷിനാണ് കടകംപള്ളി സുരേന്ദ്രനേക്കാളൊക്കെ വിശ്വാസ്യത ഉള്ളതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അവള് സത്യമാണ് പറയുന്നത് അവര്. പക്ഷെ കടകംപള്ളി ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു ആക്ഷേപം കടകംപള്ളിയെ കുറിച്ചുണ്ടായിട്ടില്ല. എന്ത്
സത്യം പറഞ്ഞു എന്നൊരു ആക്ഷേപം ഉണ്ടായിട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസിന്റെ കാര്യമല്ലേ സാർ ഈ പറഞ്ഞ മറ്റേ സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെട്ട? സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെട്ടേക്കണ സ്വർണ്ണക്കള്ളക്കടത്തിൽ തന്നെയാണ് ഇവരൊക്കെ. ഞാൻ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയല്ലേ? സ്വർണ്ണക്കൊള്ള നടത്തുന്ന സമയത്ത് ഇത് ഈ ശബരിമലയിലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട തന്ത്രി, ബഹുമാനപ്പെട്ട മേൽശാന്തി, ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ചെയ്തതാണ്. അവരെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിരുന്ന ഒരു കേന്ദ്ര ബിന്ദു പോറ്റിയുമാണ്. ഇവർക്കെല്ലാവർക്കും പണം എത്തിച്ചു കൊടുത്തത് പോറ്റിയാണ്. കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിൽ ചക്കരയും പീരയുമാണ്. തീർച്ചയായിട്ടും അവര് തമ്മിൽ വലിയ ബന്ധമുണ്ട്. എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് കടകംപള്ളി പറഞ്ഞത്. കടകംപള്ളി പറഞ്ഞ എല്ലാം നുണയാണ്. അതാണ് ഞാൻ പറഞ്ഞ കടകംപള്ളിയെ കുറിച്ച് ഇന്ന് വരെ ആരെങ്കിലും സത്യം പറഞ്ഞു എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആക്ഷേപം കടകംപള്ളിയെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം സത്യം പറഞ്ഞു എന്ന് ഇന്ന് വരെ ഒരാളും ആക്ഷേപിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ കടകംപള്ളിയെ വിശ്വസിക്കാനേ പറ്റില്ല. അപ്പോ അതില് ഇനി ഇതിലുള്ള പങ്ക് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. കടകംപള്ളിയെ കിട്ടിയിട്ടില്ല എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ ഞാൻ കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കില്ല. കാരണം ഒറ്റ കാര്യം, കടകംപള്ളി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് അയാളുടെ ആസ്തി ബാധ്യതകൾ എത്രയുണ്ട്, ഇപ്പൊ എത്രയുണ്ട്, അതൊന്ന് പരിശോധിക്കട്ടെ. അത് മാത്രം പരിശോധിച്ചാൽ ഏറെക്കുറെ ക്ലാരിറ്റി വളരെ വ്യക്തമായിട്ട് കിട്ടും. അയാളുടെ മാത്രമല്ല കേട്ടോ, രാഷ്ട്രീയത്തിലുള്ള എല്ലാ നേതാക്കളുടെയും ഈ ആസ്തി ബാധ്യതകൾ പരിശോധിക്കപ്പെടണം. ഈ സ്വർണ്ണക്കൊള്ളയിലെ ശബരിമലയിലെ അതിൽ CPM-കാര് മാത്രമാണോ? അല്ല, ഒരിക്കലും ആയിരിക്കില്ല. നമ്മുടെ ഇപ്പൊ പറയുമ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരു പോറ്റിയുമായിട്ട് അതേപോലെ കോൺഗ്രസ് പറയുന്നത് പോറ്റി കോൺഗ്രസായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, പോറ്റി എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത്? അതും അല്ല, ഒരു കണക്ഷൻ വെച്ചിട്ടല്ല. സോണിയാഗാന്ധി കത്തോലിക്ക, റോമൻ കത്തോലിക്കാണ്. അവരതിൽ വിശ്വസിക്കുന്ന ആളാണ്. അതും ഇറ്റലിക്കാരി ആയതുകൊണ്ട് കർശനമായ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് അവർ ജനിച്ചതും വളർന്നതും ഒക്കെ. അവർക്ക് ആ വിശ്വാസമുണ്ട്. പോറ്റിക്കാണെങ്കിൽ ശബരിമല അയ്യപ്പനിലാണ് വിശ്വാസം, കത്തോലിക്ക സഭയിലല്ല. ഈ പോറ്റി അവിടെ ചെല്ലുന്നു. ഒന്ന്. രണ്ട്, കെ കരുണാകരനെ പോലെയുള്ള നേതാക്കൾ പോയിട്ടും 2-3 ദിവസം നിന്നിട്ടും കാണാൻ കഴിയാത്ത സോണിയാഗാന്ധി. എൻ്റെ അടുത്ത് വളരെ മുതിർന്ന ഒരു നേതാവ് അക്കാലത്ത് പറഞ്ഞത്, ഈ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ 4 സെക്രട്ടറിമാരുണ്ട്. ഈ സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറഞ്ഞു വരുന്നവർ പലരും സെക്രട്ടറി 1, സെക്രട്ടറി 2, സെക്രട്ടറി 3, സെക്രട്ടറി 4 സോണിയ. പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. അല്ല, ഇവര് പലരും ഈ സെക്രട്ടറിമാരെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് പറയും, മാഡത്തെ കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, മാഡം എല്ലാം വിശദമായി കേട്ട് ഒരു വളരെ പോസിറ്റീവ് അപ്രോച്ചാണെന്ന് എനിക്ക് തോന്നി. അവര് തിരിച്ചു പറയില്ല, ഇവൻ എന്നെ കണ്ടില്ല എന്ന് പറയില്ല, പാർട്ടി നേതാവായത്. ഇങ്ങനെ നടക്കുന്ന കാലത്ത് പോറ്റി സോണിയയുടെ കയ്യിൽ കങ്കണം കെട്ടിക്കൊടുത്ത്, അത് ചെറിയ ഫ്രീഡം പോരല്ലോ. സോണിയുടെ കയ്യിൽ പിടിക്കാൻ, കങ്കണം കെട്ടാൻ രാജീവിന് അധികാരം ഉണ്ടായിരുന്നു. പിന്നെ അധികാരം ഉപയോഗിച്ച ആള് പോറ്റിയാണ്. അപ്പൊ അവര് തമ്മിൽ ഇന്റിമസി ഉണ്ട്. ഈ ഇന്റിമസി ആരുണ്ടാക്കി കൊടുത്ത്? 2 പേരുടെ പേര് കേട്ടു നമ്മള്. ആന്റോ ആന്റണിയും അടൂർ പ്രകാശും. ഈ രണ്ടുപേരും ഈ കാര്യത്തിൽ പറഞ്ഞേക്കണ കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണ്. പക്ഷെ അതിലേക്കൊന്നും ഇതുവരെ അന്വേഷണം കോടതിയുടെയും പോയിട്ടില്ല, SITയുടെയും പോയിട്ടില്ല. അതും കൂടി അന്വേഷിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ശരിക്കും ഈ SITയുടെ അന്വേഷണം ശരിയായ രീതിയിലാണ് സാറിന് ചോദിച്ചത്? എനിക്കറിയില്ല, കാരണം കോടതിയിൽ മാത്രമല്ല എന്താണ് നടക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ. നമുക്കറിയില്ലല്ലോ. ഇല്ല, ഈ വന്ന വാർത്തകളിൽ നിന്നും ഒന്നും അറിയാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ചെയ്തേക്കണത് കോടതിക്ക് അറിയാൻ പാടുള്ളൂ. അതെ, ഇപ്പൊ ഈ പത്മകുമാർ എന്ന് പറഞ്ഞ ഒരാള്, അയാൾ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പാർട്ടിനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ ഞാൻ അത് വെളിപ്പെടുത്തും, ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുന്നത്. അയാളുടെ കയ്യിൽ കുറെ തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് അയാൾ ആദ്യമേ തന്നെ പുറത്താക്കാതിരുന്നത്. അല്ലെങ്കിൽ ആദ്യം പുറത്താക്കില്ലേ?
പത്മകുമാരൻ ശരിയല്ല, ശരിയല്ല. കാരണം ഇതിനകത്ത് കൂട്ടുവന്നില്ലേ. തീർച്ചയായിട്ടും വ്യാജരേഖ ചമച്ച്, അതാണ് ഇതിനകത്ത് അടിസ്ഥാന രേഖ. അതായത് എന്താ ചെയ്തെന്നറിയാമോ? ഈ സ്വർണം പൊതിഞ്ഞ ചെമ്പ്, പൂശിയ ചെമ്പല്ല, സ്വർണം പൊതിഞ്ഞത്. പൊതിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന്റെ പുറത്ത് വേറൊരു സാധനം ഇടുക എന്നുള്ളതാണ്. ചെമ്പ് പാളിക്ക് മുകളിൽ സ്വർണപ്പാളി പൊതിഞ്ഞത്, അതാണ് സ്വർണം പൊതിഞ്ഞ. സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് സ്വർണം പൂശിയ ചെമ്പ് എന്നാക്കി എന്ന് മാത്രമല്ല, ചെമ്പ് പാളിയാണ് ഉണ്ടായിരുന്നത് എന്ന് മഹസറിൽ എഴുതി 1-ാം പേരുകാരനായി ഒപ്പിട്ടത് തന്ത്രിയാണ്. 2-ാം പേരുകാരൻ മേൽശാന്തി, പിന്നെ തുടർന്ന് എല്ലാവരും. ഇത് വ്യാജരേഖയാണ്. അപ്പൊ വ്യാജരേഖ ചമച്ചിട്ടാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഇവരെല്ലാം പ്രതികളാണ്, അതിനകത്ത് എല്ലാം പ്രതികളാണ്. എല്ലാരും പ്രതികളാണ്. ഈ വാജിവാഹനം കൊണ്ടുപോയ ഒരു കേസ് പറയുന്നത് അതും തെറ്റാണ്, കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. ഇത് എന്റെയാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഇല്ല, അതിന് അങ്ങനെ അതൊന്നും കൊടുത്തു വിടാനായിട്ട് ഒരു പ്രൊവിഷൻ റൈറ്റ് ഇല്ലല്ലോ. ഇല്ല, റൈറ്റ് ഇല്ല. പുള്ളി എടുത്തുകൊണ്ട് പോയതാണ്. അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, നീ ഇതുകൊണ്ട് വയ്ക്കും, എന്റെ വിറ്റിട്ട് എനിക്ക് കാശ് തരാൻ പറയണേ. കൊള്ളസംഘം നിന്ന് കഴിഞ്ഞാലേ പിന്നെ എന്ത് നിയമം? അത് താനെടുത്തെങ്കിൽ ഇത് ഇങ്ങനെ എനിക്ക് വന്നേക്കാൻ പറയും. തീർച്ചയായിട്ടും നമ്മൾ കുറെ ഭക്ഷണ സാധനമൊക്കെ വെച്ചിട്ട് ഓരോരുത്തരും എടുക്കൂല ആ രീതിയിൽ. അതെടുത്താ അത് താനെടുത്തെങ്കിൽ ഇത് നിങ്ങൾ എനിക്ക് വന്നേക്ക്, എന്നാ ഇത് താനും എടുത്തു. കാരണം ആരുടെ അല്ലല്ലോ, നിങ്ങൾ പണിയെടുത്തുണ്ടാക്കിയാണെങ്കിലല്ലേ കൊടുക്കുമ്പോ വിഷമം തോന്നുള്ളൂ. ഇതങ്ങനെയല്ലല്ലോ. അതൊക്കെ തെറ്റാണ്. വാജിവാഹനമൊന്നും കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. ഇപ്പോ തന്ത്രിയുടെ പേരും ചേർത്ത് വരുന്നൊക്കെ പറഞ്ഞു. അന്ന് വന്നപ്പോ തന്ത്രി നിരപരാധിയാണ് എന്നൊക്കെ കുറെ പേര്. തന്ത്രിയെയാണ് ഇതിനകത്ത് 1-ാം പ്രതി എന്നും പറഞ്ഞു ആദ്യം എഴുതുന്നതും പറയുന്നതും ആള് ഞാനാണ്. അതിന്റെ പേരിൽ എന്നെ കുറെ തെറി പറഞ്ഞു. ഇന്നിപ്പോ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, തന്ത്രി കുടുംബത്തെ അതിന്ന് താഴമൺ കുടുംബത്തെ മാറ്റണം. അപ്പോഴാണ് ഓർത്തത്, ഇന്നലെ ഒരു ന്യൂസ് വന്നതായി, ഞാൻ ഒഴിയുകയാണ്, ആ സ്ഥാനത്തേക്ക് എന്റെ മകൻ. അത് കണ്ടപ്പോഴാണ് ഞാൻ ആ കുടുംബത്തെ തന്നെ ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഒരുത്തനെ വേശ്യപുരയെന്ന് വിളിച്ചു വർഷങ്ങൾക്ക് മുമ്പ്. ശോഭ ജോൺ ഇവന്റെ ചേട്ടനാണത്, ഇപ്പോഴത്തെ തന്ത്രിയുടെ ചേട്ടനാണ്. ഇവനെ വ്യാജരേഖ ചമച്ച് സ്വർണ്ണക്കൊള്ള നടത്തിയതിന് അറസ്റ്റില്ല. 2 കേസിൽ പ്രതി. അവൻ പറയണ ഞാൻ അവന്റെ മകനോട് ഈ അവസരം കൊടുക്കണം. അതൊക്കെ ചെയ്യരുത്, ഇവിടെ മാറ്റണമെന്ന്. ആ ഒരു കുടുംബത്തെ തന്നെ മാറ്റി എന്തിനാ? അതിനുള്ള അധികാരം ഇത് ദേവസ്വം ബോർഡിനുണ്ട്. അതത് ഇത് ഈ ന്യായം പറഞ്ഞിട്ട് മാറ്റേണ്ടതാണ്. അല്ലാണ്ട് ഇപ്പൊ ഈ എന്തായാലും ഈ താഴമൺ കുടുംബം വരുന്നതിന് മുമ്പ് അയ്യപ്പ ക്ഷേത്രം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അന്ന് അവിടെ ഒരു തന്ത്രി ഉണ്ടാകണമല്ലോ, അന്നും അതിനൊരു പ്രോട്ടോകോളും പൂജയും ഒക്കെ ഉണ്ടാകണമല്ലോ. അപ്പൊ പിന്നെ ഇവര് വന്നിട്ടാണ് അയ്യപ്പൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ എങ്ങനെയും ശരിയാവുന്ന? അത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് അവരെ മാറ്റാവുന്നതാണ്. ഓക്കെ.